രണ്ടാഴ്ച വ്യത്യാസത്തിൽ നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും ഏറ്റുമുട്ടാൻ വേണ്ടി പോവുകയാണ്. എമ്പുരാൻ എന്ന മൾട്ടി സ്റ്റാർ ചിത്രവുമായിട്ട് നമ്മുടെ ലാലേട്ടനും പൃഥ്വിരാജ്, ടൊവിനോ തോമസ് ഒക്കെ എത്തുമ്പോൾ നമ്മുടെ ബസൂക്ക എന്ന ചിത്രവുമായിട്ട് ഒറ്റക്ക് വരികയാണ് നമ്മുടെ മമ്മൂക്ക. ഈ രണ്ട് സിനിമകളുടെ വിശേഷങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാം. അതിന് മുന്നേ ജിനു ആൻഡ്ര എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഇതാ ബസൂക്ക എന്ന ചിത്രത്തിന്റെ ഏറ്റവും പുതിയൊരു പോസ്റ്റർ മമ്മൂക്ക പുറത്തുവിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അത് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. 50 ദിവസം മാത്രമേ ഈ ഒരു സിനിമ ഇനി തിയേറ്ററിൽ എത്താനുള്ളൂ എന്നുള്ള ഒരു കൗണ്ട് ഡൗൺ പോസ്റ്ററാണ് മമ്മൂക്ക പങ്കുവച്ചിരിക്കുന്നത്. കിടിലനായിട്ട് ഒരു ഫൈറ്റിന്റെ ഇടയിൽ മമ്മൂക്ക ഇങ്ങനെ മുട്ടുകുത്തിയിരിക്കുന്ന ഒരു പോസ്റ്ററാണ് പുറത്തുവിട്ടിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു പോസ്റ്റർ. ഹൈപ്പ് അത്യാവശ്യം താഴേക്ക് പോവാതെ മുകളിലേക്ക് ഉയർത്തുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റർ ആയിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു പോസ്റ്റർ ഫീൽ ചെയ്തിട്ടുള്ളത്. മമ്മൂക്ക ഈ ഒരു പോസ്റ്റർ പങ്കുവെച്ചിട്ട് ഏകദേശം 1 മണിക്കൂറിന്റെ അടുത്ത് സമയമാവുമ്പോൾ 7000ന്റെ അടുത്ത് ലൈക്കുകൾ ഈ ഒരു പോസ്റ്ററിന് വന്നിട്ടുണ്ട്. FBയിലാണ് മമ്മൂക്ക ഈ ഒരു പോസ്റ്റർ പങ്കുവെച്ചിട്ടുള്ളത്. നല്ല കമന്റ്സ് ആണ് ഈ ഒരു പോസ്റ്ററിന് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പോസ്റ്ററിന്റെ അടിയിൽ വരുന്ന കമന്റ്സ് കാര്യങ്ങളെല്ലാം ഫുൾ പോസിറ്റീവ് തന്നെയാണ്. അത് നമുക്ക് വായിക്കാം. അതിന്റെ മുന്നേ നമുക്ക് ലാലേട്ടന്റെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് പറയണമല്ലോ. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ഏറ്റവും ഹൈപ്പിൽ വരുന്ന സിനിമയാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. ലൂസിഫർ എന്ന് പറയുന്ന സിനിമ 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ സിനിമയുടെ സെക്കൻഡ് പാർട്ടായിട്ട് എമ്പുരാൻ വരുന്ന സമയത്ത് വലിയ പ്രതീക്ഷയാണ് ഈ ഒരു സിനിമയിലുള്ളത്. കാരണം പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകൻ, അതോടൊപ്പം തന്നെ ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ, മോഹൻലാല്, അതോടൊപ്പം പൃഥ്വിരാജ് അഭിനയിക്കുന്നു. അങ്ങനെ ഒരു വലിയ താരനിരത്ത് ചിത്രത്തിലുണ്ട്. പിന്നെ അവര് ഒളിപ്പിച്ച് വെച്ച ഒട്ടനവധി ഗസ്റ്റ് റോളുകളുടെ ഒക്കെ ഒരു ക്യാമിയോ പെർഫോമൻസ് തന്നെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിൽ കാണാൻ വേണ്ടി സാധിക്കും. അത്തരത്തിലുള്ള വലിയ ബഡ്ജറ്റിൽ വരുന്ന സിനിമ എമ്പുരാൻ മാർച്ച് 27-ാം തീയതി തിയേറ്ററിൽ എത്തുന്നു. 700ഓളം സ്ക്രീനിൽ കേരളത്തിൽ മാത്രം ഈ ഒരു സിനിമ റിലീസ് ചെയ്യും എന്നുള്ള അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. 200-ന് മുകളിൽ ഫാൻസ് ഷോ ആരാധകർ ഇതിനോടകം തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ചിത്രം തിയേറ്ററിൽ എത്താൻ ഒരു 36-37 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ചിത്രത്തിന്റെ ഓരോ ദിവസവും സിനിമയുടെ ക്യാരക്ടർ പോസ്റ്റർ, അതോടൊപ്പം തന്നെ ക്യാരക്ടർ ഇന്റർവ്യൂവും കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ലാലേട്ടനാണ് അദ്ദേഹത്തിന്റെ FBയിലൂടെ ഇക്കാര്യം പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും 2 വീഡിയോ വെച്ചാണ് വരുന്നത്. രാവിലെയും ഒരു വീഡിയോ വരുന്നുണ്ട്, വൈകുന്നേരം ഒരു വീഡിയോ വരുന്നുണ്ട്. 36 ക്യാരക്ടർ വീഡിയോസ് ആണ് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ 16-ാമത്തേത് ഇന്ന് വന്നു കഴിഞ്ഞു രാവിലെ. ഇനി വൈകുന്നേരം 15-ാമത്തേത് വരും. അങ്ങനെ നല്ല രീതിയിൽ തന്നെയാണ് സിനിമയുടെ പ്രൊമോഷൻ വർക്കുകൾ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന് പുറത്ത് പ്രൊമോഷൻ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്റർവ്യൂ നടക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ പ്രസ് മീറ്റുകൾ നടക്കുന്നുണ്ട്. അങ്ങനെ വലിയ പ്രൊമോഷനാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്തരത്തിൽ ആ ഒരു സിനിമക്ക് പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം വേണം. കാരണം 200ഓളം കോടിയാണ് ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സിനിമ എന്തായാലും തിയേറ്ററിൽ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അത് സിനിമയുടെ കളക്ഷൻ കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ ആ ഒരു സിനിമയുടെ മൊത്തം കളക്ഷനെ മറികടക്കാൻ ഈ ഒരു സിനിമക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം അത്രയും വലിയ ബഡ്ജറ്റ് ഉണ്ട് ഈ ഒരു സിനിമക്ക്. എന്തായാലും കേരളത്തിൽ ഈ ഒരു സിനിമ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായി തീരാനുള്ള സാധ്യതയുണ്ട്. സിനിമക്ക് പോസിറ്റീവാണ് വരുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഒരു എക്സ്പെക്ടേഷൻ ഈ ഒരു സിനിമയിലുണ്ട്. പ്രേക്ഷകർ അത്രത്തോളം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. വലിയൊരു തള്ളിക്കയറ്റം ഈ ഒരു സിനിമ റിലീസ് ആവുന്നതോടെ നമുക്ക് മാർച്ച് മാസം അല്ലെങ്കിൽ മാർച്ച് അവസാനം തിയേറ്ററിൽ കാണാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മഞ്ഞുമ്മൽ ബോയ്സിന്റെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ എന്നുള്ള ടാഗ് ലൈന് ഇപ്പോൾ ഉള്ളത്. അതിനെന്തായാലും ബീറ്റ് ചെയ്യാൻ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമക്ക് സാധിക്കും. ഷുവർ ആണ്, യാതൊരുവിധ സംശയവുമില്ല. സിനിമക്ക് പോസിറ്റീവ് ആണെങ്കിൽ കേട്ടോ. എന്നാൽ ബസൂക്ക എന്ന് പറയുന്ന സിനിമ ഈ ഒരു മൾട്ടി സ്റ്റാർ ചിത്രത്തിന്റെ കൂടെ 2 ആഴ്ച വ്യത്യാസത്തിൽ മമ്മൂക്ക ഒറ്റയ്ക്കാണ് വരുന്നത്. വലിയ താരങ്ങളൊക്കെ സിനിമയിൽ ഉണ്ടെങ്കിലും പ്രധാനമായിട്ടും മൾട്ടി സ്റ്റാർ എന്ന ചിത്രം ഈ ഒരു സിനിമക്ക് ഒരിക്കലും പറയാൻ വേണ്ടി സാധിക്കില്ല. നമ്മൾ എമ്പുരാനിൽ പറഞ്ഞു, പൃഥ്വിരാജ്, ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ, മോഹൻലാല് പോരെ. പിന്നെ രഹസ്യമായിട്ട് ഒളിപ്പിച്ച് വെച്ച അനേകം താരങ്ങളും ഈ ഒരു സിനിമയിലുണ്ട്. എന്നാൽ എമ്പുരാൻ ഓട്ടം ഏകദേശം കളക്ഷൻ കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞ് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് മമ്മൂക്കയുടെ ബസൂക്ക എന്ന് പറയുന്ന സിനിമ വിഷു റിലീസായിട്ട് ഏപ്രിൽ 10-ാം തീയതി എത്തുന്നത്. എന്നാൽ ആ ഒരു സിനിമയോടൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ലുക്കും അതോടൊപ്പം ഒരു ഹൈപ്പും
മമ്മൂക്ക ഈ ഒരു സിനിമയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പുറത്തുവിട്ട ഞാൻ കാണിച്ച ആ ഒരു പോസ്റ്ററോട് കൂടെ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു സംഭവം എന്താണെന്ന്. ഫാൻസിനെ ആഘോഷിക്കാനുള്ള എല്ലാവിധ ചേരുവകളും ചേർത്ത ഒരു കിടുക്കാച്ച ഐറ്റം തന്നെയായിരിക്കും ബസൂക. അത്തരത്തിൽ തന്നെയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ ഈ ഒരു ചിത്രത്തിന് മാർക്കറ്റിംഗ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്. ഇന്ന് മലയാള സിനിമയിൽ കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഈ ഹൈപ്പ് കൊടുക്കാൻ സിനിമയുടെ നിർമ്മാതാക്കൾക്ക് പേടിയാണ് ഇപ്പോൾ. കാരണം അത് സിനിമയ്ക്ക് എങ്ങനെയെങ്കിലും നെഗറ്റീവായി വരുമോ എന്നുള്ളത്. എന്നാൽ ബസൂക്ക എന്ന സിനിമയുടെ പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം കാണുന്ന സമയത്ത് യാതൊരുവിധ ടെൻഷനും ഈ ഒരു സിനിമയുടെ നിർമ്മാതാക്കൾക്ക് ഇല്ല. ഹൈ കോൺഫിഡൻസിലാണ് സിനിമയുടെ പ്രൊമോഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തിയേറ്റർ സ്റ്റാൻഡുകൾ കാര്യങ്ങളെല്ലാം ഓഫ്ലൈൻ പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞു. നല്ല രീതിയിൽ അത് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇത് 50 ദിവസം മാത്രമേ ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്താനുള്ളൂ എന്ന് പറഞ്ഞ് പുറത്തുവിട്ടിരിക്കുന്ന ആ ഒരു കിടുക്കാച്ച് പോസ്റ്റർ, അതോടുകൂടി എക്സ്പെക്ടേഷൻ പ്രേക്ഷകൻ ഇങ്ങനെ കൂടുകയാണ്. അത് ഒരു കണക്കിന് അത് വലിയ ദോഷം ചെയ്യും സിനിമയ്ക്ക്. ആ ഒരു അത്രത്തോളം സിനിമ വന്നില്ലെങ്കിൽ. എന്നാൽ ഇവരുടെ ഭാഗത്ത് യാതൊരുവിധ ടെൻഷനും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മാക്സിമം പ്രൊമോഷൻ കൊടുക്കുക, മാക്സിമം പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിക്കുക. അവരെന്താണോ പ്രതീക്ഷിക്കുന്നത് ആ ഒരു സാധനം ബസൂക്ക എന്ന ചിത്രത്തിൽ ഉണ്ട് എന്നാണ് ഇവരുടെ പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ മൾട്ടി സ്റ്റാർ ചിത്രമായി തിയേറ്ററിൽ എത്തുമ്പോൾ അതിനെ കൂടെ ഒറ്റയ്ക്ക് മമ്മൂക്ക പിടിച്ചു നിൽക്കുമെന്ന് തന്നെയാണ് ചിത്രത്തിന്റെ പ്രൊമോഷൻ വർക്കുകളും അതോടൊപ്പം തന്നെ സിനിമയുടെ ടീസറൊക്കെ മുന്നേ വന്നതാണ്. എല്ലാം കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് 350 കൂടുതൽ തിയേറ്ററിലാണ് ഈ ഒരു സിനിമ ആദ്യ ദിവസം കേരളത്തിൽ എത്താൻ വേണ്ടി പോകുന്നത്. കേരളത്തിന് പുറത്തും നല്ലൊരു റിലീസ് കാര്യങ്ങളെല്ലാം ബസൂക്ക എന്ന് പറയുന്ന ചിത്രത്തിന് ഉണ്ടാവും. ബസൂക്കയുടെ കൂടെ വേറെയും 2 മലയാള സിനിമകൾ ക്ലാഷ് റിലീസായിട്ട് എത്തുന്നുണ്ട്, തമിഴ് സിനിമകൾ എത്തുന്നുണ്ട്. എന്നിട്ടും ഈ ഒരു സിനിമ 350ഓളം സ്ക്രീന് കാര്യങ്ങളെല്ലാം കേരളത്തിൽ നേടിയെടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. സിനിമയ്ക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി പോസിറ്റീവ് ലഭിച്ചാൽ സ്ക്രീൻ പിന്നെയും കൂടും. അത്തരത്തിലുള്ള ജനസാഗരം നമുക്ക് ബസൂക്ക എന്ന ചിത്രത്തിന് കാണാൻ വേണ്ടി സാധിക്കും. എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രത്തിനും അങ്ങനെ തന്നെയാണ്. കാരണം മാർച്ച് അവസാനം എക്സാം എല്ലാം കഴിഞ്ഞ സമയത്താണ് സിനിമ തിയേറ്ററിൽ എത്തുന്നത്. ചെറിയൊരു ടെൻഷൻ ആകെയുള്ളത് എമ്പുരാന് നോമ്പിന്റെ അവസാനത്തിലാണ് ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്തുന്നത്. അപ്പോൾ 2-3 ദിവസം നോമ്പ് ആയതുകൊണ്ട് GCCയിലും അതോടൊപ്പം തന്നെ കേരളത്തിലെ മലബാർ ഏരിയയിലും കളക്ഷനിൽ ഇടിവ് വരുമോ എന്നുള്ള ഒരു ടെൻഷൻ സിനിമയുടെ നിർമ്മാതാക്കൾക്കുണ്ട്. ആ ഒരു സംഭവം മാറ്റി വെച്ചാൽ ബാക്കി എല്ലാം എമ്പുരാൻ എന്ന ചിത്രത്തിന് പോസിറ്റീവാണ്. വേറെ ലെവൽ, വേറെ മാതിരി പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം നടന്നു വരുന്നു. എമ്പുരാനും ബസൂക്കയും ഫൈനലി ടോട്ടൽ വേൾഡ് വൈഡിൽ നിന്ന് എത്രത്തോളം കളക്ഷൻ നേടുമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. എക്സ്പെക്ടേഷൻ കൂടുതൽ എമ്പുരാനാണ്. ബസൂക്ക എന്ന സിനിമയെ തള്ളിക്കളയാൻ സാധിക്കില്ല. അതും വേറെ ലെവൽ, വേറെ മാതിരിയാവട്ടെ. 2 സിനിമകളും ബോക്സ് ഓഫീസിൽ വലിയ വിജയം കൈവരിക്കട്ടെ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് മമ്മൂക്കയുടെ ഒരു മൂവി ഫെസ്റ്റിവൽ സമയത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫാൻസ് ഒക്കെ വലിയ ആവേശത്തിലാണ് സിനിമ തിയേറ്ററിൽ വരവേൽക്കാൻ വേണ്ടിയിട്ട്. അതിനുള്ള ഒരു സ്പാർക്കും കൂടെ സിനിമയിൽ ഉണ്ടെങ്കിൽ വേറെ ലെവൽ കളക്ഷൻ തൂക്കും. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ വമ്പൻ കളക്ഷൻ നേടുമ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ അടുത്ത് വരെ നിൽക്കുന്ന കളക്ഷൻ ബസൂക്ക നേടും. അതിനുള്ള മുതൽ അതിലുണ്ട് എന്നാണ് നമുക്ക് ഈ ഒരു സിനിമയുടെ ഓരോ അപ്ഡേറ്റ്സുകളും വരുന്ന സമയത്ത് മനസ്സിലാവുന്നത്. എമ്പുരാനും ബസൂക്കയും ബോക്സ് ഓഫീസിൽ ക്ലാഷ് പോരാട്ടം നടത്തുമ്പോൾ ആരായിരിക്കും ക്ലാഷ് വിന്നർ ആവുക? നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ജിനു എൻട്രി എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.